ഹായ് ഹലോ വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു കിറ്റാണ്. അപ്പോൾ ഈ ഒരു കിറ്റിൽ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള കിറ്റ് ബീഡ്സുകളും അതുപോലെ തന്നെ എല്ലാ മെറ്റീരിയലുകളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ ഇനി ഇതുപോലത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു കിറ്റിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കിയാലോ. അപ്പോൾ ഈ ഒരു കിറ്റിൽ ആദ്യം തന്നെ വരുന്നത് ഗ്ലിറ്റർ ഷീറ്റ് ആണ്. ഗ്ലിറ്റർ ഷീറ്റ് 2 കളറാണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഗ്ലിറ്റർ ഷീറ്റ് കൊണ്ട് പല ടൈപ്പ് തന്നെ ഹെയർ ബാൻഡ് ആണെങ്കിലും അലിഗേറ്റർ ക്ലിപ്പ് ആണെങ്കിലും മേക്ക് ചെയ്യാൻ സാധിക്കും. ഇതുപോലത്തെ 2 ഹെയർ ഗ്ലിറ്റർ ഷീറ്റ് ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്ലിറ്റർ ഷീറ്റും കൊണ്ട് നമുക്ക് ബട്ടർഫ്ലൈ ആണെങ്കിലും അതുപോലെ തന്നെ ഇതുപോലത്തെ ഗ്ലിറ്റർ ഷീറ്റ് കൊണ്ട് ഇതുപോലത്തെ ബോയ് ഒക്കെ മേക്ക് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഒരു ഹെയർ ബാൻഡ് ഇതൊക്കെ ചെയ്യുന്നതിന്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. അപ്പൊ ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോ ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു ഗ്ലിറ്റർ ഷീറ്റ് ഉപയോഗിച്ചിട്ട്. അപ്പൊ നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്ക് ഞാൻ അതുപോലെ ഇതുപോലത്തെ ഒരു ഹെയർ ബാൻഡ് ചെയ്തത് കാണിക്കാം. ഇതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഹെയർ ബാൻഡ് ഇതുപോലെ ഗ്ലിറ്റർ ഷീറ്റ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ സിൽവർ മെറ്റൽ ബോ അല്ലെങ്കിൽ ഗോൾഡൻ ബോയ് ഒക്കെ ചെയ്തിട്ട് എടുത്തിട്ട് ഇതുപോലെ ഗ്ലിറ്റർ ഷീറ്റ് അതിന്റെ ഒരു വലുപ്പത്തിലും കട്ട് ചെയ്തിട്ട് അതേപോലെ ആ ഒരു ബോയിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഈ മേക്ക് ചെയ്തേക്കുന്ന അതൊന്ന് അറ്റാച്ച് ചെയ്യുകയാണ്. നമുക്ക് ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഇതുപോലെ ബോ മേക്ക് ചെയ്തിട്ട് അതിനുശേഷം നമ്മൾ ആ നടുവിലായിട്ടൊരു ഈ ഒരു സ്റ്റോൺ ഷീറ്റിന്റെ ഒരു ചെറിയൊരു പോർഷൻ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. കണ്ടോ, അതായത് അതില്ലാത്തപ്പോഴും അത് ഉള്ളുമ്പോഴത്തെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഗ്ലിറ്റർ ഷീറ്റ് ഉപയോഗിച്ചിട്ട് പല ടൈപ്പ് രീതിയിൽ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഞാൻ അതുപോലെ ഗ്ലിറ്റർ ഷീറ്റ് വെച്ചിട്ട് ഇതുപോലെ ബട്ടർഫ്ലൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഫ്ലവർ ഒക്കെ മേക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണിക്കുക. ഇതിന്റെയൊക്കെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പോൾ ഇതുപോലെ തന്നെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു ഗ്ലിറ്റർ ഷീറ്റ് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഹെയർ ബാൻഡ് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു ബട്ടർഫ്ലൈ ആണെങ്കിലും ആ ഒരു സ്റ്റോണിന്റെ അതുണ്ടെങ്കിൽ നമുക്ക് നടുവിലായിട്ടൊക്കെ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പൊ നമ്മൾ ഈ ഒരു കിറ്റില് 2 ഗ്ലിറ്റർ ഷീറ്റ് ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും തുടക്കക്കാരായി നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ മേക്ക് ചെയ്യാവുന്ന എല്ലാ ഐറ്റംസും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കിറ്റാണ്. അപ്പോൾ 2 ഗ്ലിറ്റർ ഷീറ്റ് വരുന്നുണ്ട്. പിന്നെ അടുത്തായിട്ട് ഈ ഒരു സ്റ്റോൺ ഷീറ്റിൽ ഈ ഇത്ര ഒരു പോർഷനാണ് വരുന്നത്. എന്താണെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കിറ്റാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്തായിട്ട് വരുന്നത് ഈ ഒരു ടൈപ്പ് ബോയാണ്. മെറ്റൽ ബോയാണ്. 3 എണ്ണമാണ് വരുന്നത്. 3 മെറ്റൽ ബോ ആണ് വരുന്നത്. ഈ ഒരു മെറ്റൽ ബോ നമുക്ക് ഗ്ലിറ്റർ ഷീറ്റ് അതിന്റെ അതേ സൈസ് കട്ട് ചെയ്തിട്ട് ഇത് ഒട്ടിക്കുക. അതുപോലെ തന്നെ ഇതുപോലത്തെ റിബണും കൊണ്ട് നമുക്ക് ചുറ്റിച്ചിട്ട് നല്ലൊരു ഫ്ലവർ ഒക്കെ മേക്ക് ചെയ്തിട്ട് ഹെയർ ബാൻഡ് മേക്ക് ചെയ്യാൻ സാധിക്കും. നല്ല രീതിയിൽ തന്നെ ഹെയർ ബാൻഡ് മേക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്താണെങ്കിലും ഈ ഒരു കിറ്റ് വാങ്ങിയാൽ മതി. നിങ്ങൾക്ക് പല ടൈപ്പുള്ള ഹെയർ ബാൻഡ് മേക്ക് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ ഇതൊരു ഓർഗൻസ റിബണും കൊണ്ട് ചെയ്തതാണ് ഈ ഒരു ഫ്ലവർ. നമുക്ക് ഈ ഒരു സാറ്റിൻ റിബണും കൊണ്ട് ഇതുപോലത്തെ ഫ്ലവർ മേക്ക് ചെയ്തിട്ട് നല്ലൊരു ബോ ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ അതിനുശേഷം ഈ ഒരു സാറ്റിൻ ബോയും കൊണ്ട് അതേ കളർ സാറ്റിൻ ബോയും കൊണ്ട് ചുറ്റിയെടുത്താണ് ഇത്. ഇതുപോലെ നിങ്ങൾക്കും ഈ ഒരു റിബൺ വെച്ചിട്ട് ഫ്ലവറും ഉണ്ടാക്കി അതുപോലെ തന്നെ ആ ഒരു റിബണും കൊണ്ട് തന്നെ ഹെയർ ബാൻഡ് ചുറ്റിച്ചെടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഹെയർ ബാൻഡ് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ 3 മെറ്റൽ ബോയാണ് ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ അടുത്തായിട്ട് വരുന്നത് സാറ്റിൻ റിബൺ ആണ് വരുന്നത്. ഈ ഒരു ഫുൾ റോൾ ആണ് വെച്ചിരിക്കുന്നത്. എന്താണെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിലുള്ള രീതിയിലാണ് ഞാൻ എല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതുപോലെ ഫ്ലവർ ഒക്കെ മേക്ക് ചെയ്തിട്ട് ഇതുപോലത്തെ ചെറിയൊരു പോർഷൻ അതിന്റെ നടുവിലായിട്ടൊക്കെ വെക്കുവാണെങ്കിൽ ഞാൻ ഇത് നമ്മൾ ഓർഗൻസ റിബണും കൊണ്ട് അത്യാവശ്യം വലിയ തരത്തിലുള്ള ഒരു ഫ്ലവർ ആണ് മേക്ക് ചെയ്തത്. എന്നാൽ ഈ ഒരു സാറ്റിൻ റിബണും കൊണ്ട് ഉണ്ടാക്കുമ്പോൾ അത്രയും വലുപ്പം ഇല്ലെങ്കിലും
ഇതുപോലത്തെ ചെറിയൊരു സ്റ്റോൺ 2 പീസ് കട്ട് ചെയ്തിട്ട് അതിന് നടുവിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു സാറ്റിൻ റിബണും കൊണ്ട് നല്ല രീതിയിൽ തന്നെ ഫ്ലവർ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അടുത്തായിട്ട് വരുന്നത് സാറ്റിൻ റിബൺ ആണ്. സാറ്റിൻ റിബണും കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഹെയർ ബാൻഡ് ചെയ്തെടുക്കാൻ പറ്റും. 3 കളറാണ് ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇതിന്റെ സാറ്റിൻ അതായത് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു ഇതുപോലത്തെ മെറ്റൽ ബോയിൽ റിബൺ ചുറ്റിച്ചിട്ട് ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് സാറ്റിന്റെ തന്നെ ഇതുപോലത്തെ ഹെയർ ബാൻഡ് വാങ്ങിക്കാൻ കിട്ടും. നിങ്ങൾക്ക് അങ്ങനെയും ഈ ഒരു ഫ്ലവർ മേക്ക് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അത് കൂടാതെ ഈ ഒരു സാറ്റിൻ ബോയിൽ ഇതുപോലത്തെ ഫോം ഫ്ലവറും പോളനും ഒക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഹെയർ ബാൻഡ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ മുമ്പ് ഇതുപോലെ ഒരു ഹെയർ ബാൻഡ് പോളനും ഫോം ഫ്ലവർ ഒക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കാണിക്കാം. അപ്പൊ നമ്മൾ ഈ ഒരു കളർ വൈറ്റിനും ഗ്രീനൊക്കെ ചെയ്യും. അപ്പൊ ഇതുകൊണ്ട് ഞാൻ ഫോം ഫ്ലവറും പോളനും വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു ഹെയർ ബാൻഡ് ആണ്. നിങ്ങൾക്കും ഇതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ഹെയർ ബാൻഡ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഇതുപോലെ ഇതൊക്കെ ആണെങ്കിൽ ഒരുപാട് പേര് വാങ്ങിക്കുക, ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഹെയർ ബാൻഡ് ആണ്. എനിക്ക് കൂടുതൽ സെയിൽ കിട്ടിയിട്ടുള്ളത് ഈ ഒരു ഹെയർ ബാൻഡിനാണ്. അപ്പൊ നിങ്ങൾക്കും ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് മേക്ക് ചെയ്തെടുക്കാവുന്ന ഐറ്റംസ് ആണ് ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്താണേലും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നത്, എന്നാൽ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നതുമായ എല്ലാ മെറ്റീരിയലുമാണ് ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ അടുത്തായിട്ട് വരുന്നത് വയർ ബോ ആണ്. വയർ ബോ 5 എണ്ണം വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ 2 എണ്ണത്തിനുള്ള ആവശ്യമായ ഗ്ലിറ്റർ ട്യൂബാണ് പിന്നെ വെച്ചിരിക്കുന്നത്. ഈ ഒരു 2 ബോ ചെയ്യാവുന്ന തരത്തിൽ 2 കളറുള്ള ഗ്ലിറ്റർ ട്യൂബാണ് വെച്ചിരിക്കുന്നത്. ആ ഒരു ഹെയർ ബാൻഡിന്റെ അതേ അളവുള്ള 2 കളറ് ഗ്ലിറ്റർ ട്യൂബാണ് ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ഇതുപോലെ മുമ്പ് ഹെയർ ബാൻഡ് ഇതുപോലെ ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ട് ചെയ്തതാണിത്. ഇതുപോലെ നിങ്ങൾക്കും ഈസി ആയിട്ട് തന്നെ ഹെയർ ബാൻഡ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു സൈസ് തന്നെ അളവാണ്. നിങ്ങൾക്ക് അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് എൻഡ് ബീഡ്സ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അത്രയും നമുക്ക് ചെയ്താൽ മതി. ഒരുപാട് സമയമൊന്നും വേണ്ട. നമുക്ക് ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഈ വയർ ബോയും ഗ്ലിറ്റർ ട്യൂബും കൊണ്ടുള്ള ഹെയർ ബാൻഡ്. പിന്നെ അടുത്തായിട്ട് വരുന്നത് പിന്നെ 3 ബോ പിന്നെ വെച്ചിട്ടുണ്ട്. അത് എന്തിനാന്ന് ചോദിച്ചാൽ നമുക്ക് ബീഡ്സ് വെച്ചിട്ട് ഹെയർ ബാൻഡ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ മൊത്തം വയർ ബോ 5 എണ്ണമാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പല ടൈപ്പ് ബീഡ്സ് ഞാൻ ഈ ഒരു കിറ്റിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. ബോ ബീഡ്സ് ഉണ്ട്. പിന്നെ അടുത്തതായിട്ട് ഫ്ലവറിന്റെ ഷേപ്പുള്ള ലെറ്റർ ബീഡ്സ് വരുന്നുണ്ട്. എല്ലാം വെറൈറ്റി ആയിട്ടുള്ള ബീഡ്സുകളൊക്കെയാണ്. എന്തായാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഹെയർ ബാൻഡ് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അടുത്തായിട്ട് യെല്ലോ കളർ ബീഡ്സ് ആണ് വരുന്നത്. ഇത് നല്ല രീതിയിൽ തന്നെ മൂവ്മെന്റ് ഉള്ള ഒരു ബീഡ്സ് ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഹെയർ ബാൻഡ് ഒക്കെ മേക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ബീഡ്സുകളെല്ലാം 10 ഗ്രാം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്താണെങ്കിലും നിങ്ങൾക്ക് പ്രയോജനകരമായ രീതിയിൽ തന്നെയാണ്, നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഹെയർ ബാൻഡുകളാണ്. അതിന്റെ മെറ്റീരിയലുകളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത്, കാരണം സ്കിപ്പ് ചെയ്ത് കാണുന്നവർക്ക് മനസ്സിലാകത്തില്ല. അതിനുവേണ്ടിയാണ് ഞാൻ പിന്നെ എടുത്ത് പറയുന്നത്. പിന്നെ അടുത്തായിട്ട് വരുന്നത് ലെറ്റർ മാത്രമുള്ള ഒരു ബീഡ്സ് ആണ് ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ അടുത്തായിട്ട് വരുന്നത് വൈറ്റിന്റെ ബീഡ്സ് ആണ് വരുന്നത്. വൈറ്റ് ബീഡ്സ് 10 ഗ്രാം ആണ്. പിന്നെ അടുത്തായിട്ട് വരുന്നത് ബീഡ്സ് ഒക്കെ നമ്മൾ ഹെയർ ബാൻഡ് ചെയ്തെടുക്കുമ്പോൾ ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ് സ്പേസർ ഉള്ളത്. ഈ ഒരു സാധനം ഇട്ട് ബീഡ്സ് വിട്ട് കൊടുക്കുമ്പോൾ ആ ഒരു ഹെയർ ബാൻഡ് കാണാൻ വളരെ നല്ലതാണ്. നല്ല രീതിയിൽ തന്നെ അത് നമുക്ക് ഭംഗിയായിട്ട് തന്നെ ഹെയർ ബാൻഡ് ചെയ്തെടുക്കാൻ പറ്റും. ഒരു ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് അതിനുശേഷം ഈ ഒരു സ്പേസർ ഇട്ടിട്ട് അതിനുശേഷം പിന്നെ നമുക്ക് വേറെ ബീഡ്സ് ആണെങ്കിലും ഈ ഒരു ബീഡ്സ് തന്നെയാണെങ്കിലും ഇട്ട് കൊടുക്കാം. അപ്പൊ നല്ല രീതിയിൽ തന്നെ ഹെയർ ബാൻഡ് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. മുമ്പ് ഞാൻ ഇതുപോലത്തെ സ്പേസർ വെച്ചിട്ടുള്ള ഹെയർ ബാൻഡും അതുപോലെ ബ്രേസ്ലെറ്റ് ഒക്കെ ഉണ്ടാക്കിയ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പൊ നിങ്ങൾക്കെല്ലാം പ്രയോജനകരമായ എല്ലാ ഐറ്റംസ് ആണ് നമ്മൾ, അതായത് എല്ലാ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസുകളാണ് നമ്മുടെ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണെങ്കിലും ഈ ഒരു ചാനൽ ഉപകാരപ്പെടുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഇനിയിടുന്ന വീഡിയോസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പിന്നെ അടുത്തായിട്ട് വരുന്ന ഇതുപോലെ എൻഡ് ബീഡ്സ് ആണ്. എൻഡ് ബീഡ്സ് 5 ബോയ്ക്ക് പറ്റിയ ഉള്ള ബീഡ്സ് ആണ് ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ കിറ്റിൽ. ഏകദേശം 17 ഐറ്റംസ് ആണ് ഈ ഒരു കിറ്റിൽ
ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ തുടക്കക്കാരായ നിങ്ങൾക്ക് പിന്നെ വെറൈറ്റി ആയിട്ട് 4 ടൈപ്പിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ഹെയർ ബാൻഡ് മേക്ക് ചെയ്തെടുക്കാം. 4 ടൈപ്പ് എന്ന് പറയുന്നത് വയർ ബോ തന്നെ 5 എണ്ണം ഉണ്ട്, പിന്നെ മെറ്റൽ ബോ 3 എണ്ണമാണ്, പിന്നെ സാറ്റിൻ ബോ 3 എണ്ണമാണ് വരുന്നത്. ഏകദേശം 11 ബോ തന്നെ നമുക്ക് ഈ ഒരു ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഇതുപോലത്തെ നല്ല രീതിയിൽ തന്നെ ഹെയർ ബാൻഡ് ചെയ്തെടുക്കാൻ പറ്റും. വയർ ബോ കൊണ്ട് ചെയ്യാം, സാറ്റിൻ ബോയും കൊണ്ട് ചെയ്യാം, മെറ്റൽ ബോയും കൊണ്ട് ചെയ്യാം. അപ്പോൾ പിന്നെ ബീഡ്സ് വെച്ചിട്ട് ചെയ്യാം, ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ട് ചെയ്യാം, പിന്നെ അതുപോലെ ഗ്ലിറ്റർ ഷീറ്റും കൊണ്ട് ചെയ്യാം, റിബണും കൊണ്ട് ചെയ്യാം, ഫോം ഫ്ലവർ വെച്ചിട്ട് ചെയ്യാം. കണ്ട വെറൈറ്റി ആയിട്ട് നമുക്ക് പല ടൈപ്പ് തന്നെ ഹെയർ ബാൻഡ് മേക്ക് ചെയ്യാനുള്ള ഒരു മെറ്റീരിയലാണ് ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്താണേലും തുടക്കക്കാരെയ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന തരത്തിലുള്ള ഒരു കിറ്റാണ് ഇത്. എന്തായാലും നിങ്ങൾ ഇത് മിസ് ചെയ്യാതെ വാങ്ങിക്കുക. നിങ്ങൾക്ക് എന്താണെങ്കിലും ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഏകദേശം 17 ഐറ്റംസും അതുപോലെ തന്നെ നമുക്കൊരു തുടക്കക്കാരായി നിങ്ങൾക്ക് പല രീതിയിൽ തന്നെ ഹെയർ ബാൻഡ് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കിറ്റ് വാങ്ങിക്കുന്നതിലൂടെ നിങ്ങൾക്ക് 4 ടൈപ്പ്, അതായത് ഗ്ലിറ്റർ ഷീറ്റും കൊണ്ടും, ഗ്ലിറ്റർ ട്യൂബും കൊണ്ടും, ഫോം ഫ്ലവറും കൊണ്ടും, പിന്നെ സാറ്റിൻ റിബണ്, ബീഡ്സ്, അങ്ങനെ 5 ടൈപ്പ് വെറൈറ്റി ആയിട്ട് ഹെയർ ബാൻഡ് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഗ്ലിറ്റർ ട്യൂബും ബീഡ്സും വെച്ചിട്ട് മിക്സ് ആയിട്ട് നമുക്ക് ഹെയർ ബാൻഡ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ പല രീതിയിൽ തന്നെ ഹെയർ ബാൻഡ് ചെയ്തെടുക്കാം. ഇതിനൊക്കെ മുമ്പ് ഞാൻ ഇതിന്റെ എല്ലാം മേക്ക് ചെയ്യുന്നതിന്റെ വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അറിയാത്തവരാണെങ്കിൽ അത് കണ്ടിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് തന്നെ നല്ലൊരു ഹെയർ ബാൻഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കിറ്റിന്റെ വില വെറും 445 രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കിറ്റ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. പിന്നെ ഉള്ളത് നമ്മൾ ഈ ഒരു കിറ്റ് ഫ്രീ ഷിപ്പിംഗ് ആണ്. അപ്പൊ ഷിപ്പിംഗ് ചാർജ് ഒന്നും വരുന്നില്ല. നിങ്ങൾക്ക് എക്സ്ട്രാ വേറെ ഐറ്റംസ് വേണമെങ്കിൽ അതിന്റെ മാത്രം പൈസ പേ ചെയ്താൽ മതി. അപ്പോൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.